ശ്രീജിത്ത് പണിക്കർ, എന്തെങ്കിലും വസ്തുതകളുടെ പിൻബലമുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ നിർവചിച്ചുകൊണ്ട് സർക്കാർ തന്നെ ചില നിർവചനങ്ങൾ ഏർപ്പെടുത്തി അതിന്മേൽ 64,000 കുടുംബങ്ങളെ കണ്ടെത്തി ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങൾ കരകയറ്റി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ. ശ്രീ മഞ്ജുഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഫാക്ട് ബേസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മളെല്ലാവരും തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതല്ലാതെ വെറുതെ വിമർശിക്കുന്നതിന് വേണ്ടി വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ റെജു ലൂക്കോസ് ആരോപിച്ചതുപോലെ അതൊരു മാനസികാവസ്ഥയുടെ പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയത്? അവർക്ക് ഈ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തിനെ കേവലം മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. നമ്മുടെ കേരള സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നേടിയെടുക്കാൻ കഴിയാത്ത ആൾക്കാരെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. 1, ഭക്ഷണം. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുക. 2, സുരക്ഷിതമായിട്ടുള്ള താമസം എന്ന് പറയുമ്പോൾ അവർക്ക് പാർപ്പിടം ഉണ്ടാവുക. 3, ആരോഗ്യം, അതായത് ഹെൽത്തി ആയിട്ട് അവരിയ്ക്കുക അഥവാ ആരോഗ്യ സംവിധാനങ്ങളിലേക്കുള്ള ആക്സസിബിലിറ്റി എന്നുള്ളത് പ്രധാനമാണ്. 4, അടിസ്ഥാന വരുമാനം. ഇങ്ങനെയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്നതും അതിദാരിദ്ര്യം എന്ന് പറയുന്നതിനെയും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ 4 പോയിന്റുകൾ, ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം, ഈ 4 കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് ഏത് തരത്തിലുള്ള സർവേ നടത്തി, എന്ത് ഒരു ത്രെഷോൾഡ് വെച്ചതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ ആരോഗ്യം എന്നുള്ള ഒരു കാര്യത്തിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ആരോഗ്യം എന്ന് പറയുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായിട്ടുള്ള ദൂരമാണോ, അതോ ഏറ്റവും മെച്ചപ്പെട്ട പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണോ? വരുമാനം എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിര വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണോ? അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് കിട്ടുന്ന എമൗണ്ടിന് ഒരു ത്രെഷോൾഡ് ഉണ്ടോ? അതായത് ദിവസ വരുമാനം അല്ലെങ്കിൽ മാസ വരുമാനം ഇത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ടോ? അടച്ചുറപ്പുള്ള വീട് എന്നൊരു സംവിധാനമുണ്ടോ? ഭക്ഷണമാണ് കൊടുക്കുന്നത് എങ്കിൽ എങ്ങനെയാണ്? 2 ഫുൾ മീൽ പെർ ഡേ എന്നുള്ളതാണോ? ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകണം. അപ്പൊ ഈ ആഹാര ലഭ്യത എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം മാത്രമാണ് സാധാരണ ദാരിദ്ര്യത്തിനെ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ ഈ വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, സേവന ലഭ്യത, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ, ആക്സസിബിലിറ്റി, വരുമാനം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇതെല്ലാം തന്നെ ലഭ്യമാക്കുന്നതാണ് സർക്കാരിന്റെ സൈറ്റ് പറയുന്നത്. അപ്പൊ ഈ ബ്രോഡായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഈ 4 കാറ്റഗറിയിൽ ഓരോന്നിലെയും ത്രെഷോൾഡ് എത്രയാണ്? ഇപ്പൊ വേണമെങ്കിൽ ഈ ചർച്ചയിലുള്ള ശ്രീ റെജു ലൂക്കോസിന് അതിന് മറുപടി പറയാം. എത്ര വരുമാനമാണ് മാസം അല്ലെങ്കിൽ ദിവസം ഒരു കുടുംബത്തിന് ഇത്ര രൂപ വരുമാനമുണ്ടെങ്കിൽ അവർ അതിദാരിദ്ര്യത്തിൽ വരില്ല, അതാണ് സർക്കാരിന്റെ കണ്ടീഷൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ സർക്കുലർ ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. അല്ല, ഗവൺമെന്റ് ഓർഡർ ഉണ്ട് 2021 ഗവൺമെന്റ് ഓർഡർ. എത്രയാണ് അതിൽ പറയുന്ന വരുമാനം? വരുമാനം പറയുന്നില്ല, പക്ഷേ ഈ ക്ലേശ ഘടകങ്ങൾ, അതിക്ലേശ ഘടകങ്ങൾ അത് പറയുന്നുണ്ട്. എക്സാക്ട്ലി മഞ്ജുഷ്, അവിടെയാണ് പ്രശ്നം. അതായത് വരുമാനം എന്ന് പറയുന്നത് ഒരു ഘടകമാണ് എന്ന് പറയുന്നതും ഇത്ര വരുമാനത്തിന് താഴെ കെട്ടിയിരിക്കുന്ന ആൾക്കാരാണ് അതിദരിദ്രർ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പൊ 2022 നിന്നും ഒരു വരുമാനവും ഇല്ലാത്തവരെന്നാണ്. ഒരു വരുമാനവും ഇല്ലാത്തവർ, 2 നേരം ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, ഇപ്പോൾ റേഷൻ കിട്ടിയാൽ പോലും അത് പാകം ചെയ്യാൻ കഴിയാത്തവർ, ആരോഗ്യസ്ഥിതി മോശമായവർ, ഇങ്ങനെ അതാണ് ഈ അതിക്ലേശ ഘടകങ്ങൾ. എക്സാക്ട്ലി, അതാണ്. അപ്പൊ മഞ്ജുഷ്, അതിന്റെ പ്രശ്നം എന്താ? വരുമാനം ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ 0 റവന്യൂ. ആ 0 റവന്യൂ മാറിയതിനു ശേഷം അവർക്കൊരു മാസം 100 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ അവർ ഈ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുമോ? മാസം 1000 രൂപയാണ് കിട്ടുന്നത് എങ്കിൽ കരകയറുമോ? എത്രയാണ് ത്രെഷോൾഡ് ഒരു കുടുംബത്തിനെ? ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അതിദാരിദ്ര്യമുള്ള ആളുകളെ കണ്ടെത്തി ആ ഒരു എക്സസൈസ് ആണ് ഇവിടെ നടന്നത് അല്ലേ 2021 മുതൽ? എക്സാക്ട്ലി, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പോലും കണ്ടീഷൻസ് ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ക്ഷേമ പെൻഷനായിട്ടുള്ള നേരത്തെയുള്ള ഈ 1600 രൂപയാണ് അവരുടെ ഒരു മാസത്തെ ആകെ വരുമാനം എന്ന് കരുതിക്കോളൂ. അതാണ് അവർക്ക് കിട്ടുന്ന ആകെ തുക. ഒരു സർക്കാരിന്റെ ക്ഷേമ പദ്ധതിയിൽ നിന്ന് കിട്ടുന്നത് 1600 രൂപയാണ്. 1600 രൂപയെ സ്ഥിര വരുമാനമായിട്ടും മാസ വരുമാനമായിട്ട് കണ്ട്
അവർക്ക് ഇൻകം കിട്ടാതെ ഇരിക്കുന്നില്ല, മറിച്ച് 1600 രൂപ കിട്ടുന്നുണ്ട് എന്ന് കരുതി അവർ അതിദാരിദ്ര്യത്തിലുള്ള ആൾക്കാരല്ല എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ ത്രഷോൾഡിന്റെ പ്രാധാന്യം. 6000 രൂപയാണോ മാസം, 10000 രൂപയാണോ, എത്ര രൂപയാണോ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്തതിന് കേരളത്തിന്റെ ജീവിത ഘടകങ്ങളുമായി ബന്ധപ്പെട്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് 2022-ലേതല്ല 2025 ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് ബാധകമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കണക്ക് പറയണം. ആ കണക്ക് പറയുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ എന്റെ വിമർശനം. അത് മാനസികാവസ്ഥയുടെ പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല, ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിമർശനമാണ് ഇത്. അദ്ദേഹം അതിനകത്ത് ഇന്ന ആളുകൾ ഇത്ര ആളുകൾക്ക് വീട് കൊടുത്തു, ഇന്ന ആളുകൾക്ക് ഹെൽത്ത് കെയർ കൊടുത്തു, ഇന്ന ആളുകൾക്ക് 2 നേരം ഭക്ഷണം ഉറപ്പാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്രയാ സംഖ്യ പറയുന്നുണ്ട്. അല്ല മഞ്ജുഷ്, അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര ആൾക്കാർ ബെനിഫിഷ്യറി ആയി എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. അത് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ്, ഇപ്പം ഞാൻ പറയാം, പല ആൾക്കാർക്കും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സൗജന്യ സർവീസുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് ഇത് ഒരു തവണത്തെ അച്ചീവ്മെന്റ് അല്ല. ഓൺഗോയിങ് ബേസിസിൽ അവർക്ക് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? അവരുടെ കുടുംബത്തിന്റെ മാസത്തെ വരുമാനം ഒരു പ്രത്യേക ത്രഷോൾഡിലായി നിൽക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള സംവിധാനം? അപ്പോൾ അത് ധൃതി പിടിച്ചുള്ള പ്രഖ്യാപനം. ശ്രീ റജി ലൂക്കോസ്, ആ അതിദരിദ്രരെ കണ്ടെത്തുവാനുള്ള എക്സസൈസ് ശരിയാവും, നല്ലത് തന്നെ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഈ ധൃതി പിടിച്ചുള്ള പ്രഖ്യാപനം എന്തിനാണ്? ഞങ്ങൾ ആ അതിദരിദ്രരെ കണ്ടെത്തി അവരുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ള പ്രഖ്യാപനം എന്തിനാണ്? നിങ്ങൾ ആലോചിക്കണം, ലോകത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് പർട്ടിക്കുലർ സ്ഥലത്തിന്റെ പേര് പറയുമെങ്കിലും ഷാങ്ഹായിക്ക് അടുത്തുള്ള ഒരു പ്രവിശ്യയിലാണ് ചൈന ആദ്യം ദരിദ്രരില്ല എന്നുള്ള ഒരാൾ കണ്ടുപിടിച്ചത്. അതിപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അറിയാം, ചഫേരി എന്ന് പറഞ്ഞ മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം ലോകത്തിൽ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് കേരളം. ഐക്യരാഷ്ട്രസഭയുടെ 2014 ഒരു ഡിക്ലറേഷനിൽ ലോകത്തിൽ അതിദരിദ്രം ഇല്ലാത്തതിനെ കുറിച്ചുള്ള സർവ്വേ നടത്താൻ അതാത് രാജ്യങ്ങൾക്ക് പ്രഖ്യാപിക്കാം, ഏടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പറ്റിയ മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്ത 2ാമത്തെ സ്ഥലത്ത് കേരളം. അതിൽ നമ്മുടെ പ്രതിപക്ഷങ്ങളും ഭരണകക്ഷി എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകരെ സഹജീവികളെ സഹായിച്ചതിന്റെ ഫലമായിട്ടാണ് നേട്ടം പോയിട്ടുള്ളത്. നമുക്ക് അഭിമാനമാണ്. ഇനി നിങ്ങൾ ചോദിച്ചു, അവിടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് എന്നോട് ചോദിച്ചു, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പറഞ്ഞു, എത്ര രൂപ വരുമാനമുള്ളവരാണ് അല്ലെങ്കിൽ അതിൽ കുറവുള്ളവരാണ് അതിദരിദ്ര പട്ടികയിൽ വരുന്നത്. മന്ത്രി MP രാജേഷ് കൃത്യമായിട്ട് മറുപടി പറയും, 138 രൂപ ഒരു ദിവസം വരുമാനത്തിൽ താഴെയുള്ളവര് അവരെയാണ് അതിദരിദ്രം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും സർക്കാരിന്റെ സഹായങ്ങളോ മറ്റു ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പട്ടികയിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരെ 46,000 പേരെ ഈ പറഞ്ഞ കിലയിൽ നിന്നുള്ള എക്സ്പെർട്സ്, അത് ഏറ്റവും നല്ല സംവിധാനം കുടുംബശ്രീയാണ്. കുടുംബശ്രീ ഓരോ വീടുകളോട് ബന്ധപ്പെട്ട ഓരോ വാർഡിൽ, അപ്പൊ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ 4 വർഷക്കാലത്തെ സർവേയിലൂടെയും റിസർച്ചിലൂടെയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഈ 46,000 പേരിലും 64,000 അതെ 46,000 പേരെ കണ്ടെത്തി അവരെ അതിദരിദ്രരിൽ നിന്നുള്ള മാറ്റത്തിൽ നിന്നും അവരെ മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് തന്നെ പറഞ്ഞു നേരിട്ടറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തികൾക്ക് അറിയാം. അല്ലാതെ സാഹിത്യമുള്ളവർക്ക് അത് അറിയാൻ പറ്റുന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്ന കാര്യം, ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് അതറിയാൻ പറ്റുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അറിയാം. അതിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? നിങ്ങൾ ഇലക്ഷൻ കണ്ടാണ്ട് പറയുന്നത് അതിൽ ഡേറ്റ വെച്ചല്ല മന്ത്രി വിശദീകരിച്ചത്. സംശയമാണ് ചോദിച്ചത്. ഡേറ്റ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അല്ല, അങ്ങനെയൊന്നും ഡേറ്റ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം കൃത്യമായ ഡേറ്റ നിങ്ങൾക്ക് പരിശോധിക്കുന്നതല്ല. മന്ത്രി അത് വിശദമായിട്ട് 1 മണിക്കൂർ കൊണ്ട് വിശദീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊക്കെ ചുറ്റും കണ്ടുപിടിച്ചാൽ അറിയാം. ഇനി ആരെങ്കിലും ഇതിൽ പ്രളയമുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. കണ്ണോടിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, ചുറ്റും കണ്ടുപിടിച്ചാൽ നിങ്ങളത് പറയല. കേരളത്തിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഈ ആശാവർക്കർമാരെയൊക്കെ ദരിദ്രവാസികളുടെ ദരിദ്രവാസികളുടെ പ്രയോഗമൊന്നും നടത്താതെ അങ്ങനെ അത് മറ്റൊരു പ്രയോഗമാണ്. ദരിദ്രവാസികളുടെ മറ്റു പ്രയോഗമാണ്. പറ്റാത്ത ആരുമില്ല. വിശപ്പിന്റെ വില അറിയുന്നവർ, വസ്ത്രങ്ങളില്ലാത്തതിന്റെ, ഭക്ഷണമില്ലാത്തതിന്റെ, മക്കൾക്ക് പഠിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ലാത്തവരെ, അങ്ങനെയുള്ള മനുഷ്യരുടെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാണ്ട് ഇതിന്റെ മാനദണ്ഡബദ്ധമാണ്. ഇനി അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരൂ. എന്തിനാണ് ഇത്രമാത്രം എക്സസൈസ് നടത്തുന്നത്? അല്ലല്ലേ ഈ പറയുന്ന പോലെ ഈ ധൃതി പിടിച്ചുള്ള ഈ പ്രഖ്യാപനം, മാനദണ്ഡങ്ങൾ എഴുതി ചേർക്കൽ. ഞങ്ങളിതാ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇത് വിശപ്പ് വിറ്റ് കാശാക്കുന്നതിന് തുല്യമാണ് സർ. ശ്രീ റജി ലൂക്കോസ്, ഇല്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെ മേനി നടിക്കുന്നത് വെറും PR വർക്ക് മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, 2021 LDFന്റെ മാനിഫെസ്റ്റോയിൽ പ്രധാനപ്പെട്ട 10 ഐറ്റംസ് ഒന്നും അതിദരിദ്രമില്ലാത്ത കേരളത്തെ മാറ്റും,
അതൊക്കെ ശരിയാണ്. അതിദരിദ്രർ അത് അങ്ങനെ ഒരു മാനിഫെസ്റ്റോ എഴുതി ചേർത്തു എന്ന് വെച്ചാൽ ആരാണ് അതിദരിദ്രർ, ആരാണ് ദരിദ്രർ എന്നൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അല്ല, ഞങ്ങളാ തീരുമാനിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങളാ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഒരാളെ എടുത്ത് കാണിക്കൂ. ഒറ്റ ഉദാഹരണം പറയും, മഞ്ജുഷ കേരളത്തിൽ ഇന്നയാള് അതിദരിദ്രാവസ്ഥയിലാണ്. ഈ പറയുന്ന ക്രൈറ്റീരിയ വെച്ച് പട്ടിണി കിടക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് പറയണം. അപ്പോൾ എന്താണ് കേരളത്തിലെ സന്നദ്ധ സംഘടനകളെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, സർക്കാരല്ല എല്ലാവരെയും ഇവിടെ വിശപ്പടക്കുന്നത്. ഇപ്പൊ ഡിവൈഎഫ്ഐ എത്രയോ ലക്ഷക്കണക്കിന് പൊതുക്കളുടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇവർ സേവാഭാരതി ഞാൻ കുറച്ച് കാണുന്നില്ല, നമ്മൾ രാഷ്ട്രീയന്മാരെ അവരെന്തോ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരില്ലാത്ത എത്രയോ ഭവനങ്ങൾ ഇപ്പോഴുണ്ട്. ഞാൻ പറഞ്ഞ 46,000 എന്ന് പറയുന്നതിനെ കോർക്കം ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ അവരെ കളിയാക്കുന്ന തുല്യമാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ചർച്ച ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ഇപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുകയില്ലല്ലോ. അവർ നൽകിയ ഒരു കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അവരെല്ലാവരും കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ BJP-കാരാണെന്ന് പറയാൻ കഴിയില്ല. 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. പുതിയ കണക്കിൽ 6,004 നിങ്ങൾ ഈ ബുദ്ധിജീവികളെ പിന്നെ സാമ്പത്തിക വിദഗ്ധരെ ഞാൻ മാറ്റി വെക്കുന്നു. ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സംഘം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ഏത് മാനദണ്ഡത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? അതിനകത്ത് ഇടതും വലതും എല്ലാം ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പട്ടിണി കിടക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ഈ വിശപ്പ് വിറ്റ് വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം മറുവശത്ത്